ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി പോകുന്നത് പാലക്കാട്ടേക്കാണ് കേട്ടോ. പാലക്കാട് കറക്റ്റ് എത്തണ്ട, അതിന് മുന്നേ ആയിട്ടൊരു പ്ലേസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ പ്ലേസിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അത് കാരണം എന്തായാലും വേണ്ടില്ല, നമ്മളെന്തായാലും പോവുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പയുടെ ഗൾഫിലുള്ളൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ ചേട്ടൻ അപ്പം നാട്ടിലേക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചേട്ടൻ്റെ വീട്ടിൽ കൊടുക്കാനും പിന്നെ ഓൾറെഡി നമ്മളതിനെ ചേട്ടൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പോലീസ് മാമ്മമാരെയൊക്കെ കണ്ടു കിട്ടും. അപ്പോൾ എന്തായാലും നമ്മളവിടെ ക്ഷണിച്ചേക്കണം. കാരണം നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ലോങ് ആയിട്ട് തന്നെ ഇടാം. ഷോർട്ട് വീഡിയോസൊക്കെ അല്ലേ എപ്പോഴും ഇടാറ്. അപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് വരുമ്പോഴാണ് ഞങ്ങളിരുന്ന് ഈ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് വെറുതെ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത് കുരങ്ങന്മാരൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതിനെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വെറുതെ വന്നതാ. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഒരു സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയിപ്പോൾ ഈ ഒരു വ്യക്തിനെ കാണുന്നത്. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നല്ല നല്ല കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത്. അപ്പോൾ അത് കാരണം അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മുടെ റീലിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു ഉത്രാളിക്കാവ് അമ്പലം, അതിനെപ്പറ്റിയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ അവസാനം അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളും ആ ചേട്ടൻ അവിടെ നിന്ന് കൊടുത്തയച്ച സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ക്രിസ്മസിൻ്റെ ഈ ഒരു ടൈമാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും അവരുടെ വീട്ടിലേക്ക് നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ ഒരു വട്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ തിരിച്ച് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ ചെന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതാ ഒരു പട്ടി കിടക്കുന്നുണ്ട് അവിടെ. ഈ പട്ടിയെപ്പറ്റി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ കുറച്ച് വികൃതികളൊക്കെ. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിൽ കയറിയിരുന്ന് നമ്മൾ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ ഒരു പട്ടിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കൂടെ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യും ഗൈസ്. അതായത് അവരുടെ കൂടെ ഒളിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. പറഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചില്ല. പക്ഷെ ഞങ്ങൾക്കത് നേരിട്ട് കാണിച്ചു തന്നപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അവിടെ അത്യാവശ്യം കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ആ ആൻറ്റിക്ക് ചെടികളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാരണം കുറേ ചെടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മയ്ക്കും താല്പര്യമുള്ള കാരണം അവിടെ നിന്ന് ഓരോ ചെടി അടിച്ച് മാറ്റിയാലോ എന്നുള്ളൊരു മൈൻഡിലാണ് അമ്മ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവരുടെ അടുത്തൊക്കെ കുറേ വർത്തമാനം പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ കുറച്ച് സ്നാക്സും പിന്നെ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മിച്ചർ ഭയങ്കര ഇഷ്ടമായ കാരണം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കൺട്രോൾ പോയി. വേഗം തന്നെ അത് അകത്താക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവരോടൊക്കെ വർത്തമാനം പറഞ്ഞു. ഈ ചേട്ടനാണെങ്കിൽ ഈ ചേച്ചിയാണെങ്കിൽ നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് പൊന്നുനിതാ ഈ ഒരു സംഭവം മേടിച്ചു കൊടുത്തു. പൊന്നു കുറേ ദിവസങ്ങളായി ഇത് വേണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു സംഭവം മേടിച്ചു. ഇടയ്ക്ക് ട്രെൻഡിങ് ആണല്ലോ. ഇപ്പോൾ നമ്മുടെ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഞാനും വെറുതെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി. സംഭവം എനിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ ഇടയിൽ അപ്പൻ്റെ എനിക്ക് ചെറിയ ചീത്ത കിട്ടും. അത് പിടിച്ച് നല്ലോണം ഞെക്കി കളിച്ചിട്ട് അത് നാശമായി കഴിഞ്ഞാൽ വേറെ മേടിച്ച് തരാൻ പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നൈസായിട്ട് ഊരി കൊടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പിന്നെ കലശമലയ്ക്കായിരുന്നു. നട്ടുച്ച വെയിലായ കാരണം അങ്ങോട്ട് പോകാൻ തന്നെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പൊന്നു വാശി പിടിച്ചുകൊണ്ട് മാത്രമാണ് പോയത്. പക്ഷേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല വെയിലാന്ന് കണ്ടപ്പോൾ പൊന്നുവിന് വേണ്ടാന്ന് തോന്നി. പൊന്നു പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ഇറങ്ങിയൊന്നുമില്ല കാര്യമായിട്ട്. അങ്ങനെ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ വന്ന് കുറച്ച് മരുന്നുകളൊക്കെ മേടിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ തലവേദന, പനി, ജലദോഷം, അത് ഇത് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസിൻ്റെ മരുന്നൊക്കെ നമുക്ക് വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കുകയാണ്. പിന്നെ നമ്മളിത് ആ പാടത്തെ വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കുകയാണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പം ഞങ്ങൾ സ്വതവേ ഇവിടെ നിന്നാണ് അങ്ങനെ മേടിക്കാറുള്ളതൊക്കെ. അപ്പോൾ പൊന്നു ഇത് ചവിട്ടിന്ന് ഊരാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ഇടയ്ക്ക് വെയിലൊക്കെ കാണുമ്പോൾ നല്ല ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളൊരു മൈൻഡിൽ ഞാനും ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് നേരെ വന്നത് നമ്മുടെ ഇടവക പള്ളിയായ പഴഞ്ഞി പള്ളിയിലേക്കാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. പള്ളിയിൽ വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ കണ്ടു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് 23-ാം തീയതി ഒരു റോഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു. ഇനിയിപ്പോൾ എന്തായാലും പള്ളിയിൽ കയറി നമ്മുടെ വഴിപാട് തീർക്കണം. അതുപോലെ ഈ ഒരു വിളക്ക് കത്തിക്കണം. അപ്പോൾ നമ്മൾ ഈ മേടിച്ച വെളിച്ചെണ്ണ അവിടെയുള്ള ഓരോ വിളക്കുകളിലും ഒഴിക്കുക, തിരി കത്തിക്കുക, അതാണ് നമ്മുടെ വഴിപാട്. അപ്പോൾ നമ്മളിത് ആ വെളിച്ചെണ്ണ വിളക്കുകളിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരം കൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊന്നും അറിയില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്നാക്സ് മാത്രമല്ല ഫുഡ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീഡിയോസൊക്കെ ഇതിൽ മിസ്സാണ്. നമ്മൾ പിന്നെ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് പോകുന്ന വീഡിയോസ് ഒന്നുമില്ല.
അപ്പോൾ പിന്നെ എൻ്റെ എന്താ പറയുക കയ്യിലുള്ള വീഡിയോസ് വെച്ച് ഞാൻ തട്ടിക്കൂട്ടിയൊരു വ്ളോഗാക്കുകയാണിത്. ആ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി, അതാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ ഒരു വിളക്ക് കത്തിക്കുകയാണ്. അപ്പോൾ അമ്മ കത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞത് അവിടെ പൊന്നു കത്തിക്കാൻ അറിയാണ്ട് കുട്ടി കഷ്ടപ്പെട്ട് കത്തിച്ചിട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിളക്കിൽ നമ്മൾ അതിൽ ഓൾറെഡി തിരി ഉണ്ടാവും, എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ മേടിച്ചു കൊണ്ടുവരുന്ന എണ്ണയും നമ്മൾക്ക് അതിലൊഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതവിടെ ജസ്റ്റ് വെച്ചാലും മതി. പക്ഷെ നമ്മളതിൽ ഒഴിച്ചു എല്ലാ തിരിയും കത്തിക്കുകയാണ് ചെയ്തത്. ഞാൻ കത്തിക്കണതിൻ്റെ ഇടയിൽ എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ട് ചെറുതായിട്ട്, അതാണ് ഞാൻ പെട്ടെന്ന് അവിടെ ഇട്ട് കളഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ തിരി വെച്ച് അങ്ങനെ വിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമ്മൾ ഇനി പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ മൊത്തം നമ്മൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നു. അപ്പോൾ ഞാനും പൊന്നും കൂടി ലാസ്റ്റ് ഫുള്ള് തിരിയൊക്കെ എടുത്തിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ പിന്നെ അതങ്ങനെ ചെയ്ത് തീർത്തേ മതിയാവുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും എൻ്റെ കോലൊക്കെ ഒരു വിധമായി, മുടിയൊക്കെ ഒരുമാതിരി, പിന്നെ ഫേസൊക്കെ ഭയങ്കര ടാൻ അടിച്ച്. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം ചെയ്യുന്ന സംഭവം ഞാൻ മാല, വള, കമ്മൽ ഈ വക സാധനങ്ങളൊക്കെ ഊരി കളയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ എന്തോ ഒരു അലർജി പോലെയാണ്. ഞാൻ വീട്ടിലാണെങ്കിൽ പോലും ഇതൊക്കെ അങ്ങനെ അധികം ഇടാറില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.